അപ്പോൾ നമ്മൾ നേരെ പോകുന്ന വെച്ചാൽ പത്തനംതിട്ടയിലോട്ടോ കേട്ടോ. അതിന് മൂന്നാർ പോകുമ്പോൾ പത്തനംതിട്ട പോകുന്നത് എന്ന് ചോദിക്കുന്നത് ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മൾ 26-ാം തീയതി പ്ലാൻ ചെയ്ത മൂന്നാർ ട്രിപ്പിന് ഏകദേശം 32 പേരായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ കുട്ടിക്കാനെത്തി അവിടെ നേരെ മുണ്ടക്കമ്പ് ഇറങ്ങി അടുത്തൊരു ബസ് കയറി കേട്ടോ നേരെ പത്തനംതിട്ടയ്ക്ക്. പത്തനംതിട്ട എനിക്ക് ഭയങ്കര ഓർമ്മകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ അവിടെ ഇറങ്ങിയതായി നമ്മുടെ വലിയേട്ട ഉണ്ടായിരുന്നു, നമ്മുടെ അബി ഉണ്ടായിരുന്നു, അബിയുടെ അനിയൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 പേരെ കണ്ടു. ചേട്ടാ തിരിച്ച് വീട്ടിലോട്ട് പോയി. അബീനെയും വിളിച്ച് ഞാൻ നേരെ ഒരു ഓട്ടോ എടുത്ത് പോയി. ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നറിയോ? പത്തനംതിട്ട മണ്ട ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് കിടലിനാണ്. ഞാൻ പണ്ടൊന്ന് കയറിയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ചേട്ടായിമാരെയും വിളിച്ച് അവനെയും വിളിച്ച് നേരെ അങ്ങോട്ടാണ് പോയത്. അബിയുടെ അനിയനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മണ്ടയിൽ ഒരു കിട്ടിലും വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ നേരെ മേളിൽ ചെന്നപ്പോൾ നല്ല കിട്ടിനൊരു സൺസെറ്റ് നമ്മുടെ പത്തനംതിട്ട നല്ല ഈവനിങ് ടൈം ആയിട്ടോ. അപ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ട് എല്ലാം കിട്ടിലും പക്കയായിട്ട്. പിന്നെ അവിടെ നമ്മൾ കുറേ നേരം നൈറ്റൊക്കെ ആയിട്ടാണ് നമ്മളവിടെ നേരെ ഇറങ്ങിയത്. അവിടെ നേരെ ഇറങ്ങി അബീനെ നമ്മൾ ബസ്സിലൊക്കെ കയറ്റി വിട്ടിട്ട് ഞാനും ചേട്ടായും കൂടെ തീണ്ടി നമ്മുടെ പാരഡൈസ്, നമ്മുടെ പത്തനംതിട്ട ഓമല്ലൂരുള്ള പാരഡൈസ് ഹോളിഡേയ്സ് ആണ് കേട്ടോ. നമ്മൾ ചേട്ടായി അടുത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് തന്നെ കേട്ടോ, മൂന്നാർ യാത്ര. ഹലോ ചേട്ടാ, എന്തി പറയുന്നുണ്ടാ? ഹലോ 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 ഹലോ, ഞാനും ചേട്ടായി മാത്രം. എന്താ പറയുക, കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ്സിൽ വിളിച്ചാടി ഇറങ്ങി 2 ഷോട്ടൊക്കെ എടുത്തോടും. അത് കഴിഞ്ഞ് നമ്മൾ ചേട്ടയുടെ വീട്ടിലൊക്കെ പോയി ഫ്രഷ് ഒക്കെ ആയി. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഡീറ്റെയിൽ അടുത്ത വീഡിയോ കാണാം.